ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണ്. ബ്രേക്കപ്പ് ആയി എങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. നമ്മുടെ ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പല മിസ്റ്റേക്കുകളും നമ്മുടെ ഭാഗത്തുനിന്ന് വന്നേക്കാം. പക്ഷേ ഈ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫൈറ്റ് ഉണ്ടാവുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബ്രേക്കപ്പിന് ശേഷം അവരോട് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കാതിരിക്കുക, ബെഗ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ അട്രാക്ഷൻ വളരെയധികം കുറക്കുന്ന ഒരു കാര്യമാണ്. ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് കുറച്ച് സ്പേസ് കൊടുക്കുക, ടൈം കൊടുക്കുക. അതിനുശേഷം അവരെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, സോറി പറയുക. അല്ലാതെ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ആവർത്തിക്കില്ല എന്ന് പറയാം സോറിയുടെ കൂടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബെഗ് ചെയ്യുന്ന, കാല് പിടിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങളുടെ അട്രാക്ഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചേസ് ചെയ്യും. അപ്പോൾ നമ്മൾ അവർ സോഷ്യൽ മീഡിയയിൽ എന്താണ് ചെയ്യുന്നത്, അവരെന്ത് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, എന്താണ് സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്, അവർക്ക് വിഷമമില്ലേ, അവർക്ക് വിഷമമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സോഷ്യൽ മീഡിയയും വാട്സപ്പും ഓൺലൈനിലുണ്ടോ എന്നുള്ളതും ഒക്കെ പോയി നോക്കുന്നൊരു പ്രവണത ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒന്ന് കൺട്രോൾ ചെയ്യുക. അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്രേക്കപ്പിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചേസിങ് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്കപ്പ് സംഭവിച്ചു, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഞാൻ അതിന് സോറിയും പറഞ്ഞു, പക്ഷേ എനിക്കിത് പാച്ചപ്പ് ചെയ്യണം, ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ അത് പോയി ചെക്ക് ചെയ്തത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടാവില്ല. ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ സോൾവ് ആവും. ഇനി സംസാരിച്ചാലും സോൾവ് ആവില്ല എന്ന് തോന്നുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അതിനുവേണ്ട ഗൈഡൻസ് നൽകാം. ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കി സ്മൂത്തായിട്ട് ഒരുപാട് നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനുവേണ്ട ഗൈഡൻസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ഇനി ഞാൻ ആരെയും സ്നേഹിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് നടക്കുന്ന ആളുകളുണ്ടായിരിക്കും. എനിക്ക് ആൾ തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ലൈഫിൽ എലോണായിട്ട് ജീവിച്ചോളും എന്ന് തീരുമാനിക്കുന്നതും റോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ടായിരിക്കും, ഇതിന്നൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അടുത്ത ഒരു അവസരം എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ ആരോടെങ്കിലും അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുകയോ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഇതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ചിലപ്പോൾ വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഭാവിയിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ പെട്ടെന്ന് അടുത്തൊരു ഡേറ്റിങ്ങിലോട്ട് പോവുകയോ, അല്ലെങ്കിൽ പെട്ടെന്ന് മുമ്പിൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു പ്രപ്പോസൽ ഓക്കെ പറഞ്ഞ് മാരേജിലോട്ട് പോവുകയോ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഇനി വേറൊരാൾ എൻ്റെ ലൈഫിലില്ല എന്നുള്ള ഒരു പൊട്ടത്തരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരികയും അതിനെ ഫോളോ ചെയ്യാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മിസ്റ്റേക്കുകളും ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരിക്കും, നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിനോടൊക്കെ പോയിട്ട് അവരെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചോദിക്കുക, അറിയാനായിട്ട് ശ്രമിക്കുക. അവനിപ്പോൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അവൻ്റെ അവസ്ഥ എന്താണ് ഒന്നും ചോദിച്ചറിയേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് അതിന് റിക്കവർ ആവാൻ ഭയങ്കര പ്രയാസമാവും. പിന്നെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. നമ്മുടെ സെൽഫ് കെയർ ആണെങ്കിലും, ഫിറ്റ്നസ്സിലാണെങ്കിലും, നമ്മുടെ ജോബിലാണെങ്കിലും ഒക്കെ കോൺസെൻട്രേഷൻ കുറയും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നും കരുതി നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മളെ കെയർ ചെയ്യുന്നത് കുറക്കാതെ നമ്മളെ കൂടുതലായിട്ട് ആ സമയത്ത് കെയർ ചെയ്യുകയും
നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിരിക്കുകയാണ്. കാരണം ഒരാൾ ലൈഫിലുണ്ടാകുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ കെയർ ചെയ്യാനും ഒക്കെ കൂടുതൽ സമയം കിട്ടി എന്ന് വിചാരിക്കുക. അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുത്തുകൊണ്ട്, കാരണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് അർഹരല്ലാത്ത ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, അതിന് അർഹരായിട്ടുള്ള ആളുകൾ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ച് കോമൺ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു സിറ്റുവേഷനിൽ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, ഇപ്പോൾ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ലിക്വറൊക്കെ കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ 2 അടിച്ച് അവരെ വിളിച്ച് തെറി പറയുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഇമോഷണലി സംസാരിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ പലപ്പോഴും മദ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ഒക്കെ ചിലപ്പോൾ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് കൊണ്ടുചെന്നെത്തിക്കും. ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് എസ്പെഷ്യലി പുരുഷന്മാർക്ക് ഇത് കുറച്ച് കൂടുതലാണ്. ഒരു റിവഞ്ച് മൈൻഡ് സെറ്റ് വരും. അങ്ങനെയാണെങ്കിൽ നീ ജീവിക്കുന്നതൊന്ന് കാണണമല്ലോ, എന്നെ പറ്റിച്ചിട്ട് നീ ഒന്ന് ജീവിച്ച് കാണിക്ക് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ റിവഞ്ച് മൈൻഡ് സെറ്റ് എടുത്ത് അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവരെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ആക്ഷൻസ് എടുക്കുക. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് ഒരിക്കലും ശരിയല്ല. നമ്മളെ വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് അർഹത ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ വിട്ടുകളയുക. അവരൊരിക്കലും നമ്മളെന്ത് ചെയ്യണ്ട, റിവഞ്ച് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുക, ഉപദ്രവിക്കാനോ ഒന്നിനു പോകണ്ട. അവരെ വിട്ടുകളയുക. അത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും അവർ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ട് പിന്നീട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടിയെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അതൊരു കുറ്റബോധമായിട്ട് മാറും. നിങ്ങൾ റിയലായിട്ട് പ്രണയിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിവഞ്ച് മൈൻഡ് സെറ്റിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ മാത്രം തോന്നുന്നൊരു തോട്ടാണ്. അത് കുറേ സമയം ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ ഓർക്കുക. പിന്നീട് അത് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ കുറ്റബോധത്തിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അത് അത്തരത്തിലുള്ള തോട്ടിനെ ഫോളോ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തതായി പറയാനുള്ളത്, ഒരുപാട് സമയം ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്കപ്പായി അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്നാൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് തുടരാം എന്നുള്ള രീതിയിലൊക്കെ പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പറയാനോ അത് കീപ്പ് ചെയ്യാനോ നിൽക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അവരെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് റിക്കവർ ആവാനാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ടോക്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, പിന്നീട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും ഫോണിൽ. ഫോട്ടോസ് എടുത്തതുണ്ടാവും, വീഡിയോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്തതുണ്ടായിരിക്കും, വോയിസ് നോട്ട് അയച്ചതുണ്ടായിരിക്കും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഫോട്ടോസ് നോക്കിയിട്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ നമ്മളെ കൂടുതൽ ഡിപ്രഷനിലോട്ടും ടെൻഷനിലോട്ടും കൊണ്ടു ചെന്നെത്തിക്കുകയേ ഉള്ളൂ. അതൊക്കെ ഓരോ തോട്ട് പ്രോസസ്സിന് കാരണമാവും. ഓവർ തിങ്കിങ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരം ഫോട്ടോസ് നോക്കുക, ടെക്സ്റ്റ് നോക്കുക, വോയിസ് നോട്ട് കേൾക്കുക എന്നുള്ള പ്രവണതകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവാൻ വേണ്ടി കൂടുതലും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഇനി ആരെയും സ്നേഹിക്കില്ല, ഇനി ആരെയും പ്രേമിക്കില്ല, ഇനി ആരെയും വിവാഹം കഴിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നുള്ള തീരുമാനമൊന്നും എടുക്കാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം തീവ്രമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടോ അതുപോലെ തിരിച്ച് പ്രണയിക്കാൻ കഴിവുള്ള, അതിനർഹതയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അയാൾ എന്നെ വേണം ആ ഒരു വാശിയിലാണ്, അതല്ലെങ്കിൽ ആളുമായിട്ട് പാച്ചപ്പ് ആവുകയാണെങ്കിൽ എനിക്ക് ഹാപ്പിയായി, അങ്ങനെ ഒരു ഡ്രീമുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ബ്രേക്കപ്പ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.